ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള A+ നിർണ്ണയിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മക്കളെ മുഴുവനായിട്ടും കാണുക. കാണുന്ന സമയത്ത് ഒരു നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് വെച്ച് നോട്ട് ചെയ്തുകൊണ്ട് നോട്ട്സ് എഴുതിക്കൊണ്ട് തന്നെ കാണുക. വളരെ ആക്റ്റീവായിട്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഈ ചാപ്റ്റർ നിങ്ങൾ സിമ്പിൾ ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് കുറേ ടഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ടഫ് ക്വസ്റ്റ്യൻസ്. കാരണം നമുക്ക് ആദ്യത്തെ കാഴ്ചയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അങ്ങോട്ട് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മക്കൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ 10ാം ക്ലാസ് പഠിക്കുന്ന ഫ്രണ്ട്സിന് എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ചിത്രത്തിൽ ABCD ഒരു സമചതുരമാണ്. ABCD എന്ന് പറയുന്നത് ഒരു സമചതുരമാണ്. സമചതുരത്തിന്റെ വികരണങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. എയുടെ സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് 3, 2 ആണെന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്ക്വയറിന്റെ ഡയഗണലിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് പരസ്പരം ബൈസെക്ട് ചെയ്യും, സമഭാഗം ചെയ്യും. എന്ന് പറഞ്ഞാൽ മക്കളെ കൺഫ്യൂഷൻ ആവുന്നും വേണ്ട. സിമ്പിൾ ആണ്. ഈ പോയിന്റിലെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ഈ പോയിന്റിൽ നിന്ന് 4 മൂലയിലേക്കും ഒരേ അകലമായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളെ പഠിച്ചു വെച്ചോ. ഇവിടെ AC എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ. AC എന്ന് പറയുന്ന നീളം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? AC എന്ന് പറയുന്നത് 6 ആണ്. AC എയിൽ നിന്ന് C വരെയുള്ള ദൂരം 6 ആണെങ്കിൽ ആ 6ന്റെ പകുതി ഇത് 3 ആണ്, ഇതും 3 ആണ്. ഓക്കെ, 3, 3. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എന്റെ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ പോയിന്റിന് ഞാൻ P എന്ന് പേര് കൊടുത്തു. ഓക്കെ, പോയിന്റിന് എന്ത് പേര് കൊടുത്തു? P എന്ന് ഞാൻ പേര് കൊടുത്തു. ഇതില് ഡയഗണൽസ് കോർഡിനേറ്റ് ആക്സിസിന് പാരലൽ ആണ്. ഇവിടെ വികരണങ്ങൾ എന്ന് പറയുന്നത് X ആക്സിസിനും Y ആക്സിസിനും പാരലൽ ആണ്. പാരലൽ ആണെങ്കിൽ X ആക്സിസിന് പാരലൽ ആണെങ്കിൽ ആരാ മാറാത്തത് മക്കളെ? X ആക്സിസിന് പാരലൽ ആണെങ്കിൽ വിലങ്ങനെ വരച്ചാൽ Y മാറൂല. ശരിയല്ലേ? വിലങ്ങനെ വരയ്ക്കുമ്പോൾ Y മാറില്ല. ശരിയല്ലേ? ശരിയാണ്. ഇനി 3നോട് AC എന്ന് പറയുന്ന ദൂരം 6 സെന്റിമീറ്റർ ആണ്. ഇവിടെ 3, 2 ആണ് എന്റെ കോർഡിനേറ്റ്. 3നോട് 6 കൂട്ടിയാൽ എത്രടാ? 9. സോ 9, 2. സെറ്റാണോ? ഇനി P എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് മക്കളോട് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. Y കോർഡിനേറ്റ് 2 തന്നെ ആയിരിക്കും. അതിൽ നോ ഡൗട്ട്. ശരിയല്ലേ? നിങ്ങൾക്കറിയാം AC 6 ആണെങ്കിൽ ഒരു 3 കൂടെ കൂട്ടിയാൽ മതി. 3നോട് 3 കൂട്ടി എത്രയാ? 6, 6,2. സെറ്റാണോ? 6,2. ഇനി D എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് നമുക്ക് കാണണം. കുത്തനെ ലൈൻ വരയ്ക്കുമ്പോൾ ആരാ മാറാത്തത്? കുത്തനെ ലൈൻ വരയ്ക്കുമ്പോൾ X മാറൂല. അതുകൊണ്ട് 6 ആണ്. ശരിയല്ലേ? പക്ഷേ Y മാറും. Y എത്രയാ മക്കളെ കൂടുക? നിങ്ങൾ നോക്ക്. ഈ ഡയഗണൽ 6 ആയതുകൊണ്ട് തന്നെ DP എന്ന് പറയുന്നത് 3 ആണ്. DP എത്രയാ? 3. സോ നിങ്ങൾ നോക്കുക, 2 ആണ് Y കോർഡിനേറ്റ്. 2നോട് 3 കൂട്ടിയാൽ 5, 6,5. സിമ്പിൾ. സെറ്റ് അല്ലേ? അതുപോലെ ബിന്റെ കോർഡിനേറ്റ് കാണുമ്പോൾ X കോർഡിനേറ്റ് മാറൂല. കുത്തനെ ലൈൻ വരയ്ക്കുമ്പോൾ X മാറില്ല എന്ന് നമുക്കറിയാം. Yയിൽ എന്ത് സംഭവിക്കും? 2ൽ നിന്ന് ഒരു 3 കുറയ്ക്കുക. താഴോട്ട് പോകുമ്പോൾ കുറയ്ക്കുക ചെയ്യണ്ടേ? ഓക്കെ, 2ന്ന് 3 കുറച്ചാൽ -1. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് 4 കോർഡിനേറ്റും കണ്ടുപിടിക്കാം. A കണ്ടുപിടിക്കാം, A തന്നിട്ടുണ്ട്, C കണ്ടുപിടിക്കാം, B കണ്ടുപിടിക്കാം, D കണ്ടുപിടിക്കാം. ഓക്കെ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ. എല്ലാവരും ശ്രദ്ധിച്ചോ. ഇവിടെ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ഒറിജിൻ ആസ് ദ സെന്റർ. സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. ഇനി സർക്കിളിലുള്ള പോയിന്റ് ആണ് 5, 2 അല്ല 5, 12. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചത് റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ 5, 12ലേക്കുള്ള ദൂരല്ലേ? ഒറിജിൻ എന്ന് പറയുന്നത് 0, 0. അവിടുന്ന് 5, 12 എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരമാണ് നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, റേഡിയസ് കാണാൻ ഒറിജിനുള്ള ദൂരമാണെങ്കിൽ നമ്മുടെ ഫോർമുല √(x² + y² ആണ്. ദാറ്റ് ഈസ് √(5² + 12²). That is equal to √(225). 25 plus
12ന്റെ സ്ക്വയർ 144 which is equal to √169. √169 എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 13. റേഡിയസ് എന്ന് പറയുന്നത് 13 ആണ് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് where the circle meets the x and y axis. ഈ x അക്ഷത്തെയും y അക്ഷത്തെയും വൃത്തം മറികടക്കുന്ന 4 ബിന്ദുക്കളുണ്ട്. ശരിയല്ലേ? അതിന്റെ സൂചക സംഖ്യകളാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം റേഡിയസ് 13 ആണെങ്കിൽ എ എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് 13 ആയിരിക്കും. ശരിയല്ലേ? എക്സ് ആക്സിസ് ഉള്ള പോയിന്റ് ആണെങ്കിൽ y സൂചക സംഖ്യ y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ സിന്റെ കോർഡിനേറ്റ് ഇതുപോലെ ഇതാണെങ്കിൽ y സൂചക സംഖ്യ 0 ആണ്, നോ ഡൗട്ട്. 13 ബാക്കോട്ട് വരുമ്പോൾ -13. ശരിയല്ലേ? -13,0. ഇനി ഡി എന്ന് പറയുന്ന പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നോക്ക്, അത് y ആക്സിസിന്റെ മുകളിലാണ്. എക്സ് കോർഡിനേറ്റ് 0. എക്സ് കോർഡിനേറ്റ് 0, y കോർഡിനേറ്റ് എത്രയായിരിക്കും മക്കളെ? y കോർഡിനേറ്റ് മുകളിലേക്ക് വരുമ്പോൾ 13 മുകളിലേക്ക് പോകും, 0, 30. ഇനി താഴേക്കാണെങ്കിലോ 0, എന്താ ചെയ്യേണ്ടത്? 13 അങ്ങോട്ട് കുറയ്ക്കുക, -13. ശരിയല്ലേ? താഴേക്ക് പോകുമ്പോൾ -13. സെറ്റാണ്. നമ്മളിതാ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാണ്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ. ഇതില് നമുക്കൊരൊറ്റ ഐഡിയ വേണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ചിത്രത്തിൽ എ ബി വ്യാസമായ വൃത്തത്തിന്റെ കേന്ദ്രമാണ് O. ഓക്കെ, ഇത് O എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം ഒറിജിൻ ആണ്, അഥവാ ആധാര ബിന്ദുവാണ് O. കാരണം നോക്ക്, എക്സ് ആക്സിസും y ആക്സിസും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് O എന്ന് പറയുന്നത്, ആണല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് കാണാം എ എന്ന ബിന്ദുവിലെ തൊടുവരയാണ് PA. PA എന്ന് പറയുന്നത് ടാൻജന്റ് ആണ്. PA ടാൻജന്റ് ആണ്. AB എന്ന് പറയുന്നത് വ്യാസമാണ്. AB വ്യാസമാണെങ്കിൽ അന്നേരം നമുക്ക് മനസ്സിലാക്കാം മക്കളെ, എല്ലാരും ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ. OA എന്ന് പറയുന്നത് എന്താണ്? OA എന്ന് പറയുന്നത് റേഡിയസ് ആണ്, ആരമാണ്. ആരവും തൊടുവരയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിള് 90 ഡിഗ്രി ആണെന്ന് എന്റെ മക്കൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ആരവും തൊടുവരയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആംഗിൾ OAP എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി. OAP എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ഈ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് OP 4 യൂണിറ്റ് ആണ്. OP എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആണ്. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോ OP എന്ന് പറയുന്നതാണ് നമ്മളുടെ ഡയമീറ്റർ, സോറി ഹൈപ്പോട്ടന്യൂസ്, ഈ ട്രയാങ്കിളിന്റെ. അതിലെ ഒരാംഗിൾ 90 ഡിഗ്രി. OAPയില് ആംഗിൾ A 90 ഡിഗ്രി. പിയിൽ ഉണ്ടാവുന്ന ആംഗിൾ 30 ഡിഗ്രി. ശരിയല്ലേ? പിയിൽ ഉണ്ടാവുന്ന ആംഗിൾ 30 ഡിഗ്രി. ഓയിൽ ഉണ്ടാവുന്ന ആംഗിള് എത്രയായിരിക്കുംടാ? ഈ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60. ശരിയാണോ അല്ലോ? ഇത് നമുക്കറിയാം. ഇതില് OPന്റെ നീളം 4 ആണെന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ട്രയാങ്കിളിന്റെ ആംഗിൾ 30, 60, 90 ആണെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 30ക്ക് ഓപ്പോസിറ്റ് 2. ശരിയല്ലേ? ഇവിടെ OA എന്ന് പറയുന്ന നീളം 30ക്ക് ഓപ്പോസിറ്റ് 2. ശരിയാണോ? അതുപോലെ ഇനിയിപ്പോ AP ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? AP ചോദിക്കുകയാണെങ്കിൽ ആ 2ന്റെ കൂടെ ഒരു √3 കൂടെ, 2√3 അല്ലേടാ? 30ക്ക് ഓപ്പോസിറ്റ് എത്രയാണോ അതിനെ √3 കൊണ്ട് ഗുണിച്ചാൽ മതി. അതാണ് നമ്മളുടെ ഐഡിയ. അപ്പൊ OAയുടെ നീളം നമുക്ക് കിട്ടി 2 യൂണിറ്റ്. 4 യൂണിറ്റ് ആണെങ്കിൽ ഇത് 2 യൂണിറ്റ്. ഇനി QBയുടെ നീളം കണക്കാക്കുക. QBന്റെ നീളം ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിൾ 60 അല്ലടാ. ഇത് 60 ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതും 60 ആണോ? ഇത് 60 ആണെങ്കിൽ ഇതോ, എല്ലാരും ശ്രദ്ധിച്ചേ, ഇത് 30 അല്ലേ? സംശയമല്ല. എന്തുകൊണ്ടാ സാറേ ഇത് 60 വന്നത്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ശരിയല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അങ്ങനെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണെങ്കിൽ ശ്രദ്ധിച്ചോ, നമ്മളോട് ചോദിച്ചത് ലെങ്ത് ഓഫ് QB ആണ്. QB കണ്ടുപിടിക്കാൻ ഇവിടെ നോക്ക്, OA2. OA എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റേഡിയസ്. റേഡിയസ് OA 2 ആണെങ്കിൽ OBയും 2 അല്ലേ? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളില് 90ന് ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ
90-ന് ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ OQ എന്ന് പറയുന്നത് അതിന്റെ പകുതി 1. ശരിയല്ലേ? 30ക്ക് ഓപ്പോസിറ്റ് 90ക്ക് ഓപ്പോസിറ്റ് അതിന്റെ പകുതി. 90ക്ക് ഓപ്പോസിറ്റ് 2 ആയതുകൊണ്ട് 30ക്ക് ഓപ്പോസിറ്റ് 1. ഇവിടെ നിങ്ങളോട് ചോദിച്ചാൽ ക്യൂബി ആണ്. ക്യൂബിന്റെ നീളം എന്ന് പറയുന്നത് 30ക്ക് ഓപ്പോസിറ്റ് 1 അല്ലേ? അപ്പൊ √3 ക്യൂബിന്റെ നീളം മക്കൾക്ക് കിട്ടും √3 യൂണിറ്റ്. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എഴുതാം. നമുക്ക് ഒറിജിന് ബാക്കോട്ട് 1 യൂണിറ്റ്, അതായത് -1 അല്ലെ? എക്സ് കോർഡിനേറ്റ് -1 ശരിയല്ലേ? ഈ പോയിന്റിലേക്ക് വരുമ്പോ ഇത് 1 ആയത് -1, കാരണം ഒറിജിന് ബാക്കോട്ടാണ്. ഇനി ഉയരം എന്ന് പറയുന്നത് √3 മുകളിലേക്ക. സോ -1, √3. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. -1, √3 എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ഇതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ശ്രദ്ധിച്ചോ? ഈ കാണുന്ന ആംഗിൾ 45 ഡിഗ്രി ആണ്. ഇനി എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. OA എന്ന് പറയുന്ന നീളം മക്കൾ ആലോചിച്ച് നോക്ക്. O എന്ന് പറയുന്ന ഒറിജിൻ ആണ് 0, ശരിയല്ലേ? ഒറിജിന് 50ലേക്കുള്ള ദൂരം കഷ്ടപ്പെടണോ? വേണ്ട, ഫോർമുല ഒന്നും വേണ്ട, 5 യൂണിറ്റ് ആണ്. ശരിയല്ലേ? ഇത് 5 ആണ്. ഇനി എക്സ് ആക്സിസും വൈ ആക്സിസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ആലോചിച്ച് നോക്ക്, ഈ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90, 45. അപ്പൊ ഇതും 45 ഡിഗ്രി. സംശയമല്ല. എന്തിനാ ഡൗട്ട്? ഒരു ഡൗട്ടും വേണ്ട അല്ലെ? ഒന്ന് 90, ഒന്ന് 45 ആണ്, മറ്റേതും 45. അപ്പൊ ഇതൊരു ഐസോസെൽസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് OBയും 5. ശരിയല്ലേ? 5. നിങ്ങൾക്കറിയാം 45, 90 ആണെങ്കിൽ 1:1:√2. അപ്പോൾ ഈ സൈഡ് എന്ന് പറയുന്നത് 5നെ ജസ്റ്റ് √2 കൊണ്ട് ഗുണിച്ചാൽ മതി, 5√2. പഠിച്ചു വെച്ചേ മക്കളെ. സൈഡ് ആംഗിൾ 45, 90 ആണെങ്കിൽ സൈഡ് തമ്മിലുള്ള റേഷ്യോ 1:1:√2. അതുകൊണ്ട് തന്നെ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എത്രയാണോ അതിന്റെ നീളത്തിനെ √2 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? ഹൈപ്പോട്ടന്യൂസ് കിട്ടും. 90ക്ക് ഓപ്പോസിറ്റുള്ളത്. വളരെ സിമ്പിൾ. അപ്പോ OAയുടെ നീളം നിങ്ങളോട് ചോദിച്ചു. OAന്റെ നീളം എത്രയാ? 5 യൂണിറ്റ്. ഓക്കെ, അതേപോലെ ABയുടെ നീളം 5√2 യൂണിറ്റ്. ഇവിടെ C എന്ന് പറയുന്ന A ആണ് സർക്കിളിന്റെ സെന്റർ. അപ്പോ AB എന്ന് പറയുന്നത് റേഡിയസ് ആണ്, AC എന്ന് പറയുന്നത് റേഡിയസ് ആണ്. AC എത്രയാ? ACയും 5√2. അപ്പൊ നമ്മളോട് ചോദിച്ചെന്താ? C എന്ന് പറയുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ ചോദിച്ചിട്ടുണ്ട്. സിന്റെ സൂചക സംഖ്യ എന്ന് പറയുമ്പോ O മുതൽ A വരെ 5. അതിനോട് സിയിലെത്താൻ ഒരു 5√2 കൂടെ കൂട്ടണം. 5 + 5√2, അത് എക്സ് ആക്സിസിലുള്ള ബിന്ദു ആയതുകൊണ്ട് Y സൂചക സംഖ്യ 0 ആയിരിക്കും. സാറേ ഇതെങ്ങനെയാ കിട്ടിയേ? നോക്ക്, ഇത് 5√2, അതേ നീളമാണ് AC. അപ്പൊ ഇത് 5√2, ഇവിടുന്ന് ഇവിടെ വരെ 5. അപ്പൊ O മുതൽ C വരെയുള്ള ദൂരമാണ് എക്സ് ആക്സിസിലുള്ള എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. 5 + 5√2. സിമ്പിൾ ആയിട്ട് 3 ക്വസ്റ്റ്യനും എന്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോ, വളരെ സിമ്പിൾ ആണ്, അടിപൊളി ക്വസ്റ്റ്യനാണ്. ഈ നീളം OB എന്ന് പറയുന്നത് 2 ആണ്. OB എത്രയാണ്? 2. ഇത് 60, ഈ ആംഗിൾ 90 ആണെങ്കിൽ എന്റെ മക്കളെ പറ, ഈ കാണുന്ന ആംഗിൾ എത്രയാ? ഈ ആംഗിൾ 30 ആണോ അല്ലയോ? ആണ്. 30ക്ക് ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് അതിന്റെ ഡബിൾ 4. 30ക്ക് ഓപ്പോസിറ്റ് മക്കൾ നോക്ക്, 30, 60, 90. 30ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 2 ആണെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് അത് കാണാം, അതിന്റെ ഡബിൾ 4. 60ക്ക് ഓപ്പോസിറ്റുള്ള ചോദിച്ചെങ്കിൽ 2√3. 30ക്ക് ഓപ്പോസിറ്റ് ഏതാണോ നമ്പർ അതിന്റെ കൂടെ √3 എഴുതുക. അത്രയുള്ള പരിപാടി. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെയാ അവിടെ ചോദിച്ചേ? എയുടെ സൂചക സംഖ്യ എഴുതണം. 60ക്ക് ഓപ്പോസിറ്റ് ചെയ്ത മക്കളെ 2√3. അപ്പൊ A എന്ന് പറയുന്നേരം ആ സൂചക സംഖ്യ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഈ നീളമാണ് എക്സ് കോർഡിനേറ്റ് 2. ശരിയല്ലേ? നോക്ക്, 60ക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് നമ്മളുടെ Y കോർഡിനേറ്റ്. നോക്കിക്കോ, 2√3. അപ്പൊ ആൻസർ 2,2√3. സെറ്റ്.
വൃത്തത്തിന്റെ ആരം എത്രയാണ്? OA 4 യൂണിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ശരിയല്ലേ? OA-ന്റെ നീളം 4 യൂണിറ്റ്. വൃത്തത്തിന്റെ സമവാക്യം എഴുതുക. അത് നിങ്ങളിപ്പോൾ എഴുതണ്ട. അത് ജിയോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും. ജസ്റ്റ് ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് x² + y² = ഇവിടെ റേഡിയസ് എന്താണ്? √x² + y² = 4. ശരിയല്ലേ? ഈ രീതിയിൽ നിങ്ങൾ പഠിക്കും. അതിപ്പോൾ ചെയ്യണ്ട. ആ ചോദ്യം ഏത് ചാപ്റ്ററിൽ നിന്നുള്ളതാണ്? ജിയോമെട്രി ആൻഡ് ആൾജിബ്ര. ആ ചാപ്റ്റർ നമ്മുടെ ഫുഫു സാർ നിങ്ങൾക്ക് എടുത്തു തരും. അന്നേരം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും കേട്ടോ. ഇനി വൃത്തത്തിലെ C എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ എഴുതുക. വൃത്തത്തിലെ C എന്ന് പറയുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ ഇതേപോലെ നമ്മൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. C എന്ന് കുത്തൻ എങ്ങനെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിൾ 90 ഡിഗ്രി, സംശയമല്ല. ഇത് 60 ആണെങ്കിൽ ഇതും 60. ശരിയല്ലേ? ഇത് 60. ആലോചിച്ച് നോക്ക്. ഇത് 30. ഈ 2 ട്രയാങ്കിൾ നിങ്ങൾ നോക്ക്. ഈ 2 ട്രയാങ്കിൾ, ഈ നീളം 2 ആണെങ്കിൽ ഇതും 2 തന്നെയായിരിക്കും. ഓക്കെ. ഈ നീളം 2 ആണെങ്കിൽ ഈ നീളം 2. ഓക്കെ. അതേപോലെ ഇത് 4, ഇത് 4. അതിലൊന്നും മാറ്റമല്ലല്ലോ റേഡിയസിൽ. നോ ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ നീളം എത്രയാ? ഇത് 2√3. അപ്പം നമ്മൾ എടുക്കേണ്ടത് സിമ്പിൾ ട്രിക്കാണേ. നോക്കിക്കോ. ഇത് ബാക്കോട്ടല്ലേ വരുന്നത്? ഒറിജിൻ ബാക്കോട്ട് വരുമ്പോൾ -2. അതേപോലെ C എന്ന് പറയുന്ന പോയിന്റ് എക്സ് ആക്സിസിന്റെ താഴോട്ടാ പോകുന്നത്. അതായത് y മൈനസ് വരും. -2√3 -2, സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് വരും. ഓക്കെ ആണല്ലോ? സിമ്പിൾ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാം. പക്ഷേ ഐഡിയ മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ? ഇതേ ചിത്രം ഒന്ന് ഇങ്ങോട്ട് വരച്ചാൽ മതി. അപ്പം നമുക്ക് ഐഡിയ കിട്ടും. ഇനി അടുത്ത ഒരു ചോദ്യം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? ABCD ഒരു സമചതുരമാണ്. ABCD സമചതുരമാണ്. A എന്ന് പറയുന്നതിന്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട് 1, -5. ഓക്കെ. P എന്ന് പറയുന്നത് 1, 0. അങ്ങനെയാണെങ്കിൽ PA എന്ന് പറയുന്ന നീളം എത്രയായിരിക്കും മക്കളെ? PA എന്ന് പറയുന്ന നീളം എത്രയായിരിക്കും? ഈ നീളം ആർക്ക് പറയാൻ പറ്റും? PA എന്ന് പറയുന്ന നീളം തന്നെയാണ് PB, അത് തന്നെയാണ് PC, അത് തന്നെയാണ് PD. ഓക്കെ. കാരണം ഇത് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഈ ദൂരം എന്ന് പറയുന്നത് 0 -5ലേക്ക് 5 യൂണിറ്റ് ആണുള്ളത്. ശരിയല്ലേ? 5 യൂണിറ്റ്. ഇനി മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, 1. അത് മാറ്റം ഉണ്ടാവോ? ഇല്ല. കുത്തനുള്ള ലൈനിന് എന്താ പ്രത്യേകത? ഇവിടെ ഡയഗണൽസ് ആർ. നോക്കിക്കേ, ഈ ചിത്രത്തില് ഡയഗണൽ നോക്കിക്കോ, ഇത് എക്സ് ആക്സിസ് ആണ്. അപ്പൊ കുത്തനുള്ള ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോ, അത് y ആക്സിസിന് പാരലല്ല. അതെങ്ങനെയാ സാറേ കുത്തനാണ് സാറിന് മനസ്സിലായത്? ഈ കാണുന്ന ഡയഗണൽ എക്സ് ആക്സിസിന്റെ മുകളിലാണ് ബിയും ഡിയും വരുന്നത് അല്ലേ? ആണ്. ഈ സ്ക്വയറിന്റെ ഡയഗണൽസിന്റെ പ്രത്യേകത അത് പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. അപ്പൊ അത് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഈ y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ആണെങ്കിൽ അതിൽ എന്ത് മാറൂല? y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് മാറൂല. കണ്ടോ? എക്സ് കോർഡിനേറ്റ് മാറൂല. ഇനി 0 5 കൂട്ടിയാൽ 1, 5. സെറ്റ് ആണ്. ഇനി എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ആണെങ്കിൽ, വിലങ്ങനുള്ള ലൈൻ ആണെങ്കിൽ ആര് മാറൂല? y മാറൂല. ഇനി എക്സോ 5 കൂട്ടണം. 1 5 കൂട്ടിയാൽ 6. ശരിയല്ലേ? 6, 0. ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ 5 കുറയ്ക്കണം. 1 നിന്ന് 5 കുറച്ചാൽ -4, y മാറൂല. അതുകൊണ്ട് 0. സിമ്പിൾ ആയിട്ട് ആൻസർ കാണാം. BCD ഈ 3ന്റെ കോർഡിനേറ്റ്സ് ആ ചോദിച്ചത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അടിപൊളി. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവാണേ. എല്ലാവരും ശ്രദ്ധിച്ചോ. ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സമഭുജ ത്രികോണത്തിന്റെ 2 മൂലകൾ തന്നിട്ടുണ്ട്. ഒന്ന് ഒറിജിൻ ആണ്. ഒറിജിൻ എന്ന് പറയുമ്പോൾ 0, 0. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ താഴെയുള്ള സൈഡിന്റെ നീളം എത്രയായിരിക്കടാ? 0 - 10 വരെ 10 യൂണിറ്റ് ആണ്. ഇത് 10 ആണ്, ഇത് 10 ആണ്, ഇത് 10 ആണ്. ശരിയല്ലേ? ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ മിഡ് പോയിന്റിൽ നിന്ന് നിങ്ങൾ ലംബം വരച്ചു കഴിഞ്ഞാൽ
ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലംബം വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം താഴത്തെ സൈഡ് നോക്കിക്കേ, ഇതാ ഈ കാണുന്ന ആംഗിൾ 90 ആണ്. ഈ ആംഗിൾ 60ന്റെ കറക്റ്റ് പകുതിയാക്കും 30. സമഭുജ ത്രികോണത്തിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് അല്ലേ? 60 ഡിഗ്രിയാണ്, നോ ഡൗട്ട്. ഇതിങ്ങനെ 60 ഡിഗ്രിയും ഇത് ഇതാ നോക്കിക്കേ, 30ന്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും മക്കളെ? 30ന്റെ ഓപ്പോസിറ്റ് 90ന്റെ ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ അതിന്റെ പകുതി 5. ശരിയല്ലേ? 5. ഇതേപോലെ ഇവിടെ ആണെങ്കിലും 5. സംശയമുണ്ടോ? ഒരു ഡൗട്ടും വേണ്ട. 10നെ കറക്റ്റ് പകുതിയാക്കുന്ന മിഡ് പോയിന്റ് ആയിരിക്കും. അതെന്തായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. അങ്ങനെ മിഡ് പോയിന്റ് ആണെങ്കിൽ ശ്രദ്ധിച്ചോ. സോറി, യെസ്, ഈ കാണുന്ന പോയിന്റ് ഞാൻ ഇതിന് എ എന്ന് പേര് കൊടുത്തു, ഇതിന് ബി എന്ന് പേര് കൊടുത്തു, ഇതിന് സി എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ആർക്ക് പറയാൻ പറ്റും മക്കളെ? സി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ഇതാണ് നമ്മുടെ സി. ഈ പോയിന്റ് ആണ് സി. സി എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. ദാറ്റ് ഈസ് 5,0. ശരിയല്ലേ? ആ നീളം 5 ആണ്, അതുകൊണ്ട് 5,0. ഇനി എ സി എന്ന് പറയുന്നത് എത്രയാടാ? ഈ 30ന് ഓപ്പോസിറ്റ് 5 ആണെങ്കിൽ 30ന് ഓപ്പോസിറ്റ് 5 ആണെങ്കിൽ എ സി എന്ന് പറയുന്നത് 5√3 ആണോ? 5√3. അതിൽ നോ ഡൗട്ട്. കാരണം ആംഗിൾസ് നോക്കിക്കോ, 30, 60, 90. 90ന് ഓപ്പോസിറ്റ് ഉള്ളത് 10 ആണെങ്കിൽ 30ന്റെ ഓപ്പോസിറ്റ് 5, 60ന്റെ ഓപ്പോസിറ്റ് 5√3. സിമ്പിൾ, നോ ഡൗട്ട്. സിമ്പിൾ ആയിട്ട് 5√3. അപ്പൊ ഇതാ എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5,5√3. ശരിയല്ലേ? 5,5√3. ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ അത് 10 യൂണിറ്റ്. ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ എ സിന്റെ നീളം 5√3 യൂണിറ്റ്. നമ്മൾ ഇതാ മലയാളത്തിലാണെങ്കിൽ യൂണിറ്റ് എന്ന് യൂണിറ്റ് ഇതാ. ഓക്കെ, സെറ്റ്. തേർഡ് വെർട്ടെക്സിന്റെ കോർഡിനേറ്റ് 5,5√3. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ഇതാ ആൻസർ കണ്ടുപിടിച്ചു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ABCD എന്ന് പറയുന്നത് ഒരു സമഭുജ സാമാന്തരികമാണ്. ABCD എന്ന് പറയുന്നത് ഒരു സമഭുജ സാമാന്തരികം. മക്കളെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അതിന് ഇംഗ്ലീഷ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാണ്. ഇത് റോംബസ് ആണ്. ഈ റോംബസിന്റെ AC-ന്റെ നീളം തന്നെയാണ് AC-ക്ക് ഈക്വൽ ആണ് സൈഡ്സ്. ഓക്കെ, റോംബസിന്റെ സൈഡ്സ് എന്ന് പറയുന്നത് സൈഡ്സ് വശം എന്ന് പറഞ്ഞാൽ സൈഡ് AC-ക്ക് ഈക്വൽ ആണ്. സൈഡ്സ് എന്തിന് ഈക്വൽ ആണ്? AC-ക്ക് ഈക്വൽ ആണ്. ഇപ്പൊ AC 2080 തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 അല്ലേ? ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, AB 6 ആണ്, AC 6 ആണ്, AD 6 ആണ്, CD 6 ആണ്. ഇതെല്ലാം 6 ആണ്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. നമുക്ക് കാണേണ്ടത് AC-യുടെ നീളം, അത് കണ്ടുപിടിച്ചു 6. ഇനി AC-യുടെ മധ്യബിന്ദുവിന്റെ സൂചക സംഖ്യ. മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചേ, AC-ന്റെ മധ്യബിന്ദുവിന്റെ സൂചക സംഖ്യ കണ്ടുപിടിക്കണം. നമ്മൾ ഈ ബിയും ഡിയും യോജിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ, ബിയും ഡിയും എന്റെ മക്കൾ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ അറിയോ? റോംബസിന്റെ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ടു ഈച്ച് അതർ. വികർണങ്ങൾ പരസ്പരം ലംബ സമഭാജികളായിരിക്കുമെന്ന് നമ്മൾ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിന്റെ എല്ലാ സൈഡും നിങ്ങൾ നോക്ക്, ഈക്വൽ ആണ്. എല്ലാ സൈഡും ഈക്വൽ ആണ്. അപ്പൊ ഇതൊരു സമഭുജ ത്രികോണല്ലേ? സമഭുജ ത്രികോണാണ്. ഇതിന്റെ സൈഡ് 6 അല്ലേ? 6. ഇനി ഇത് 60. എല്ലാ സൈഡും 6 ആയതുകൊണ്ട് ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്. അപ്പൊ ഈ ആംഗിൾ 30. സംശയമുണ്ടോ? ഒരു ഡൗട്ടും വേണ്ട. ഇവിടെ നോക്കിക്കോ, 6, 6, 6. അതായത് ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാമല്ലോ. ഇത് 6 ആണെങ്കിൽ ഈ നീളം 3, ഈ നീളവും 3. അപ്പൊ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2നോട്, ഈ പോയിന്റ് ഞാൻ ഡി എന്ന് വിളിച്ചേ, ഡിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2നോട് 3 കൂട്ടിയാൽ 5, 5,0. 5,0 സെറ്റ് അല്ലേ? ഇനി ഇവിടെ നിങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 3ന്റെ കൂടെ √3 കൂടെ വരും. 3√3 ശരിയാണോ?
ശരിയാണോ? 60ന്റെ ഓപ്പോസിറ്റ് 3√3. 3√3 വരികയാണെങ്കിൽ ഡിയിലേക്ക് വരുമ്പം നിങ്ങൾക്കറിയാം എക്സ് കോർഡിനേറ്റ് 5 ആണ്. അതുപോലെ 3√3 ആണ് നമ്മുടെ വൈ കോർഡിനേറ്റ്. സെറ്റ്. അതേപോലെ ഇവിടുത്തെ കോർഡിനേറ്റ് എഴുതുമ്പോൾ ഡി എഴുതുമ്പോൾ 5,3√3 ആയിരിക്കും. ഇതിന് ഡി എന്ന് പേര് കൊടുക്കരുത് കേട്ടോ, തെറ്റിപ്പോലെ, ആ ഒരു മിസ്റ്റേക്ക് ആണ്. ഡി എന്ന് പേര് കൊടുത്താൽ തെറ്റും. അപ്പൊ നമുക്ക് എന്ത് പേര് കൊടുക്കാം? ഈ പോയിന്റിന് പി എന്ന് പേര് കൊടുക്കാം. ഓക്കെ, പിന്റെ കോർഡിനേറ്റ് ചെയ്തു. സെറ്റ് ആണ്. ഇനി ഡിന്റെ കോർഡിനേറ്റ് എഴുതുമ്പോൾ 5, ഈ 3√3 തന്നെയാണ് പി ഡി എന്ന് പറയുന്നതും. പി ഡി എന്ന് പറയുന്നത് 3√3 തന്നെയാണ്. അതുകൊണ്ട് -3√3. സെയിം നീളം, ഈ നീളം തന്നെയാണ് ഈ നീളം. ഇപ്പൊ -3√3. സെറ്റ്. അപ്പൊ ബി എം ഡിന്റെ സൂചക സംഖ്യ നമ്മൾ കണ്ടുപിടിച്ചു. വളരെ ഈസി ആയിട്ട് അതിന്റെ സൂചക സംഖ്യ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ഓക്കെ, സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളൊന്ന്, സോറി ഇതല്ല നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എനിക്ക് വേണ്ടത് ഇതില് ബിന്റെ ഡിന്റെ കോർഡിനേറ്റ്സ് നിങ്ങൾ കണ്ടുപിടിക്കും. എനിക്ക് വേണ്ടത് ബി ഡിന്റെ നീളം എത്രയാണെന്നും ബിന്റെ ഡിന്റെ കോർഡിനേറ്റ്സ്, ഇത് മൂന്നും ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് ബിന്റെ കോർഡിനേറ്റ് ഡിന്റെ കോർഡിനേറ്റ് ബി ഡി ഈക്വൽ ടു, ഇത് മൂന്നും മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ആൻസർ ആയിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, ഈ ചോദ്യത്തിലെ ആൻസർ മക്കളൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്യുക. വീഡിയോ എല്ലാ 10ാം ക്ലാസ് പഠിക്കുന്ന ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.